നമ്മൾ 7th ചാപ്റ്റർ സ്പീഡ് മെത്തേഡ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു എൻ്റയർ ട്രിപ്പിൻ്റെ ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുല പഠിച്ചു. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അത് വെച്ച് കുറച്ച് പ്രോബ്ലം ചെയ്തു. ഇനി അത് ഉപയോഗിച്ച് തന്നെ കുറച്ച് പ്രോബ്ലം കൂടി ചെയ്യാണ്ട് നമുക്ക് നോക്കാം. ടു രത്നഗിരി എന്നുള്ള ഹെഡിങ്ങോട് കൂടി ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. Ratnagiri is 360 kilometers from Pavilamala. Govika's family traveling in a car at an average speed of 60 km per hour. രത്നഗിരിയിലേക്കാണ് പോകുന്നത് പവിഴമലയിൽ നിന്ന്. അപ്പോൾ രത്നഗിരിയും പവിഴമലയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 360 കിലോമീറ്റേഴ്സ് ആണ്. കാറിലാണ് ട്രാവൽ ചെയ്യുന്നത്. കാറിന്റെ സ്പീഡ് 60 കിലോമീറ്റർ പെർ അവർ ആണ്. രത്നഗിരിയിലേക്ക് പോകുമ്പോൾ ഡിസ്റ്റൻസ് 360 കിലോമീറ്ററും സ്പീഡ് ആവറേജ് സ്പീഡ് 60 കിലോമീറ്റർ പെർ അവർ. They managed only 40 kilometer per hour during the return trip. തിരിച്ചു വരുമ്പോൾ അവർക്ക് 40 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. What is the average speed of the entire trip? അതായത് ഹോൾ ജേർണിയുടെ ആവറേജ് സ്പീഡ് കാണണം. തിരിച്ചു വരുമ്പോഴും ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? 360 കിലോമീറ്റർ. സ്പീഡിന് മാറ്റം വന്നു. എത്ര വന്നത്? ആവറേജ് സ്പീഡ് ഈക്വൽ ടു 40 കിലോമീറ്റർ ആണ്. 40 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ആവറേജ് സ്പീഡ് ഓഫ് എൻ്റയർ ജേർണി കാണാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടില്ല. അപ്പൊ ടൈം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ട്രിപ്പിന്റെ ടൈം ഈക്വൽ ടു, ടൈമിന്റെ ഫോർമുല ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, 360 ബൈ 60 ഈക്വൽ ടു 6 hours. നെക്സ്റ്റ് സെക്കൻഡ് ട്രിപ്പ്, അതായത് റിട്ടേൺ ചെയ്തപ്പോ ടൈം എത്രയാ? ഡിസ്റ്റൻസ് 360 തന്നെ ബൈ ആവറേജ് സ്പീഡ് 40 കിലോമീറ്റർ. 0 ക്യാൻസൽ ചെയ്തു. അപ്പൊ 9 hours. രത്നഗിരിയിലേക്ക് പോകുമ്പോൾ 6 hours എടുത്തു. രത്നഗിരിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 9 hours എടുത്തു. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ എൻ്റയർ ജേർണി എന്ന് പറയുന്നത് average speed of the entire journey equal to total distance, that is 360 plus 360 by time. Total time എന്ന് പറയുന്നത് 6 plus 9, that is equal to 720 by 15 equal to 15 into 4 60, 120 ലെ 8. അപ്പോൾ 48 കിലോമീറ്റർ പെർ അവർ. ആവറേജ് സ്പീഡ് ഓഫ് ദ എൻ്റയർ ജേർണി എന്ന് പറയുന്നത് 48 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. സപ്പോസ് വി ടേക്ക് ദ ഡിസ്റ്റൻസ് ആസ് 180 കിലോമീറ്റേഴ്സ് ഇൻ ദ പ്രോബ്ലം. ഇവിടെ ഡിസ്റ്റൻസ് 360 കിലോമീറ്റേഴ്സ് ആണ്. നമ്മളത് 180 കിലോമീറ്റേഴ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ട്രാവൽ ചെയ്യുന്നത് എവിടേക്കെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഡിസ്റ്റൻസ് 180 കിലോമീറ്റേഴ്സ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് ഓഫ് ദ എൻ്റയർ ട്രിപ്പ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് 180 കിലോമീറ്റർ എടുക്കണം. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഓരോ ട്രിപ്പിലും ഇതേ സെയിം ആവറേജ് സ്പീഡ് എടുക്കണം. ഡിസ്റ്റൻസിന് മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിലെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ അവർ. നെക്സ്റ്റ് തിരിച്ചു വരുമ്പോഴും സെയിം ഡിസ്റ്റൻസ് തന്നെ, d is equal to 180 കിലോമീറ്റർ. അവിടെ ആവറേജ് സ്പീഡ് സെക്കൻഡ് ട്രിപ്പിലെ ഫസ്റ്റ് കേസിലെ ആവറേജ് സ്പീഡ് 40 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. ഇവിടെയും അത് തന്നെ 40 കിലോമീറ്റർ പെർ അവർ. നമ്മൾ ആകെ മാറ്റം വരുത്തിയത് ഡിസ്റ്റൻസിന് മാത്രം, സ്പീഡ് ഒക്കെ സെയിം തന്നെ. ഇനി എന്ത് കാണണം? ആവറേജ് സ്പീഡ് ഓഫ് ദ എൻ്റയർ ജേർണി കാണണം. അതിന് എന്ത് വേണം? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ടൈം കൂടെ തന്നിട്ടില്ല. അപ്പൊ ആദ്യം ടൈം കണ്ടുപിടിക്കണം. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ 180 ബൈ 60. ഫസ്റ്റ് ട്രിപ്പില് ടൈം എടുത്തത് 3 hours. നെക്സ്റ്റ് ടി ഈക്വൽ ടു, നെക്സ്റ്റ് ടൈം ഈക്വൽ ടു 180, സ്പീഡ് എത്രയാണ്? 40.
4.5 hour. 18 divided by 4 ചെയ്യുമ്പോൾ 4.5 hour. ഫസ്റ്റ് ട്രിപ്പിൽ 3 അവറും നെക്സ്റ്റ് ട്രിപ്പിൽ 4.5 അവറും കിട്ടും. ഇനി നമുക്ക് ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ജേർണി കാണണം. ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ജേർണി ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. ഇവിടെ ഡിസ്റ്റൻസ് എത്ര എടുത്തേക്കുന്നത്? 180. അടുത്തതിലും 180. 180 പ്ലസ് 180 ബൈ ടൈം എത്ര വന്നാൽ ഇവിടെ 3 പ്ലസ് 4 and 1/2. 180 പ്ലസ് 180 എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ 7 and 1/2. ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇത് എന്ത് എഴുതാം? 360 ഡിവൈഡഡ് ബൈ 7 and 1/2 എന്ന് എഴുതി. 7 and 1/2 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട്. 360 divided by 7 into 4 14 plus 5 15/2 equal to ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണേ നമ്മൾ എങ്ങനെ ചെയ്യാം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 360 into സെക്കൻഡ് ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/15. 360 into 2 വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ 720 divided by 15 ചെയ്യുമ്പോൾ ആൻസർ 48 കിലോമീറ്റർ പെർ അവർ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 48 കിലോമീറ്റർ പെർ അവർ ആണ്. ആദ്യം ഡിസ്റ്റൻസ് 360 എടുത്തിട്ട് ചെയ്തപ്പോഴും 48 കിലോമീറ്റർ പെർ അവർ ആണ്. അതായത് രണ്ട് സമയത്തും ഒരേ സ്പീഡാണ് കിട്ടിയത്. ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ട്രിപ്പ് ഒന്ന് തന്നെയാണ് കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താ? ഡിസ്റ്റൻസ് എത്രയായാലും എൻറ്റയർ ജേർണിയുടെ സ്പീഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ട്രിപ്പ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനനുസരിച്ചല്ല ഇരിക്കുന്നത്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്? സ്പീഡിനനുസരിച്ചാണ് ഇരിക്കുന്നത്. സ്പീഡ് സെയിം ആയിട്ട് ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയാലും ആവറേജ് സ്പീഡ് ഓഫ് ദ ഹോൾ ജേർണി സെയിം ആയിട്ട് കിട്ടും. അപ്പൊ ഡിസ്റ്റൻസ് നമ്മൾ എത്ര എടുത്താലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ജേർണി കറക്റ്റ് ആയിട്ട് കിട്ടും. ടെക്സ്റ്റ് ബുക്കിലെ അൺനോൺ ഡിസ്റ്റൻസ് എന്നുള്ള ഹെഡിങ്ങിൽ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ബാബു വെന്റ് ടു മാനന്തവാടി ബൈ ബസ് ടു സീ ഹിസ് ഫ്രണ്ട്. Average speed of the bus was 40 km/h. He came back in a car at an average speed of 60 km/h. What is the speed of entire trip? ഇവിടെ ബാബു മാനന്തവാടിയിലെ ഫ്രണ്ടിനെ കാണാൻ പോയി. ആവറേജ് സ്പീഡ് ഓഫ് ദ ബസ് 40 km/h. ബസ്സിലാണ് പോയത്. ബസ്സിന്റെ ആവറേജ് സ്പീഡ് 40 km/h. തിരിച്ചു വന്നത് കാറിലാണ്. കാറിന്റെ ആവറേജ് സ്പീഡ് 60 km/h. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് എൻറ്റയർ ട്രിപ്പ്? ആകെ ഉള്ള ജേർണിയുടെ ആവറേജ് സ്പീഡ് കാണും. ആകെ തന്നിരിക്കുന്നത് രണ്ട് കാര്യമാണ്. അങ്ങോട്ട് പോയത് ബസ്സിലാണ്. ബസ്സിന്റെ ആവറേജ് സ്പീഡ് 40 km/h ആണ്. തിരിച്ചു വന്നത് കാറിലാണ്. അതിന്റെ ആവറേജ് സ്പീഡ് 60 km/h ആണ്. ഇത് രണ്ടും മാത്രമാണ് തന്നിട്ടുള്ളൂ. ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ട്രിപ്പ് കണ്ടുപിടിക്കണം. എൻറ്റയർ ട്രിപ്പിന്റെ ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെ ടൈമും ഇല്ല ഡിസ്റ്റൻസും ഇല്ല. ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് അറിഞ്ഞാൽ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു ഡിസ്റ്റൻസ് എത്ര ആയാലും സ്പീഡിനനുസരിച്ചാണ് ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ജേർണിയുടെ വാല്യൂ വരിക. ഡിസ്റ്റൻസ് എത്രയാന്നുള്ളത് ഒരു പ്രശ്നമല്ല. ഡിസ്റ്റൻസ് എത്ര എടുത്താലും നമുക്ക് ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ജേർണി എടുക്കാം. അപ്പൊ ഇവിടെ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് കൊടുക്കാം. ഡിസ്റ്റൻസിന് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു ഡിസ്റ്റൻസ് മാറിയാലും ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ജേർണിക്ക് മാറ്റം വരില്ല. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ഇട്ട് കൊടുക്കാം. ഡിസ്റ്റൻസ് നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ ഈ രണ്ട് നമ്പറിന്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 16 40 ആണ്. ആ രണ്ട് നമ്പറിന്റെ മൾട്ടിപ്പിൾ എന്നുള്ളതിൽ 240 ഡിസ്റ്റൻസ് എടുത്ത് നോക്കാം നമുക്ക്. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് ഡിസ്റ്റൻസ് ഈക്വൽ ടു 240 കിലോമീറ്റർ. ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്ത് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 240 കിലോമീറ്റർ എടുത്തത്. ഓരോ കേസിലും ടൈം കണ്ടുപിടിക്കാം. ടൈം ഇസ് ഈക്വൽ ടു 240 ഡിവൈഡഡ് ബൈ സ്പീഡ് 40. അപ്പൊ 6 hours. നെക്സ്റ്റ് റിട്ടേണിന്റെ
നെക്സ്റ്റ് സെക്കൻഡ് കേസിൽ കാറിൽ ട്രാവൽ ചെയ്തപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു 240 by 60, 4 hours. അപ്പോൾ ആവറേജ് സ്പീഡ് ഓഫ് എൻറ്റയർ ജേർണി ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് രണ്ട് സമയത്തും 240 plus 240 divided by total timer 6 plus 4, that is equal to 240 plus 240 480 divided by 10 equal to 48 kilometer per hour. അപ്പോൾ 240 എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ 48 കിലോമീറ്റർ പെർ അവർ. ഇനി നിങ്ങൾക്ക് 120 എടുക്കണം എന്നാണ് തോന്നിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 120 എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആൻസർ വരിക? അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു 120 എടുത്തു. അപ്പോൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസിലെ ടൈം 120 ഡിവൈഡഡ് ബൈ 40, അപ്പോൾ 3 അവർ കിട്ടി. നെക്സ്റ്റ് സെക്കൻഡ് കേസിൽ 120 ഡിവൈഡഡ് ബൈ 60 വന്നു, അപ്പോൾ 2 അവർ കിട്ടി. ഇനി ആവറേജ് സ്പീഡ് ഓഫ് എൻറ്റയർ ജേർണി കാണാൻ ടോട്ടൽ ഡിസ്റ്റൻസ് 120 പ്ലസ് 120 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2. 120 പ്ലസ് 120 എന്ന് പറയുന്നത് 240 by 5. 240 divided by 5 ചെയ്യുമ്പോഴോ 48 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഒരു പ്രോബ്ലത്തില് ഡിസ്റ്റൻസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്താല് ആ എൻറ്റയർ ജേർണിയുടെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ജോണീസ് ജേർണി. ജോണി വെന്റ് ടു ഹിസ് അങ്കിൾസ് ഹൗസ് റൈഡിംഗ് ഹിസ് ബൈസിക്കിൾ അറ്റ് 15 കിലോമീറ്റർ പെർ അവർ and came back at 10 km per hour. What's his average speed for the whole journey? ജോണി അങ്കിളിന്റെ വീട്ടിലേക്ക് ബൈസിക്കിളിലാണ് പോയത്. അങ്കിളിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആവറേജ് സ്പീഡ് 15 കിലോമീറ്റർ പെർ അവറും തിരിച്ചു വരുമ്പോൾ 10 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു സ്പീഡ്. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ഹോൾ ജേർണി? ഡിസ്റ്റൻസ് തന്നിട്ടില്ല, സ്പീഡ് മാത്രമാണ് തന്നിട്ടുള്ളൂ. സ്പീഡ് മാത്രം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് ഇട്ട് കൊടുക്കണം. ആ ഡിസ്റ്റൻസ് എങ്ങനെ എടുത്താൽ നമുക്ക് എളുപ്പമായിരിക്കും? ഈ രണ്ട് ആവറേജ് സ്പീഡിന്റെ മൾട്ടിപ്ലൈ നമ്പർ എടുക്കുകയാണെങ്കിൽ ഈസിയാണ്. അപ്പോൾ 10ഉം 15ഉം ആണ്. അപ്പോൾ നമുക്ക് 150 ഡിസ്റ്റൻസ് എടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു 150 കിലോമീറ്റർ ആണ് നമ്മൾ അസ്യൂം ചെയ്യും. ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുക്കുന്നത് 150 ആണ്. ഇനി ഓരോ സമയത്തെയും ടൈം കാണണം. ടൈം കാണാൻ ഫസ്റ്റ് 150 കിലോമീറ്റർ ഡിസ്റ്റൻസ് ബൈ അങ്കിളിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ആവറേജ് സ്പീഡ് 15 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 15, 10 hours. ടൈം 10 hours. തിരിച്ചു വരുമ്പോഴുള്ള ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് 150 ബൈ അപ്പോഴത്തെ സ്പീഡ് എത്രയാ? 10 കിലോമീറ്റർ. ക്യാൻസൽ ചെയ്തു, ഈക്വൽ ടു 15 hours. അപ്പൊ ഡിസ്റ്റൻസും കിട്ടി, ടൈമും കിട്ടി. നമുക്ക് ആവറേജ് സ്പീഡ് ഓഫ് ദ entire journey. Average speed of the entire journey equal to distance 150 plus 150 divided by timer 10 plus 15. Adding 300 by 10 plus 15, 25. Dividing 12 kilometer per hour. The average speed of the entire journey is 12 kilometer per hour. അപ്പോൾ ഡിസ്റ്റൻസ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു ജേർണിയുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് കൊടുക്കുക, ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ജേർണി എന്നുള്ളത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്യുക. അപ്പോൾ ആവറേജ് സ്പീഡ് ഏത് ഡിസ്റ്റൻസ് എടുത്താലും ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ജേർണിക്ക് മാറ്റം വരില്ല. ആവറേജ് ഓഫ് സ്പീഡ്സ് എന്നുള്ള ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ അടുത്ത ദിവസം എടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.